ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ജനമേജയൻ്റെ കഥ പറഞ്ഞിരുന്നു. മഹാഭാരതത്തിലുള്ള ഒരു കഥ തന്നെയാണത്. മഹാഭാരതത്തിലെ ചില കഥകളൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിനു ശേഷം നടന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ചൊക്കെ ഇപ്പോൾ പറയുന്നത്. കാരണം ഇനിയിപ്പം രാമായണ മാസം തുടങ്ങുകയാണല്ലോ. ആ സമയം മുതൽ നമ്മൾ രാമായണം കഥകൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മഹാഭാരതത്തിൻ്റെ ആദ്യം മുതലുള്ള കഥകൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഈ രാമായണ മാസം കഴിഞ്ഞിട്ട് നമുക്ക് മഹാഭാരതം ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിന് ശേഷം നടന്ന കുറച്ച് ചില കഥകളൊക്കെ, ആ കഥകളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം ജനമേജയൻ്റെ കഥ പറഞ്ഞിരുന്നു. പരീക്ഷത്തിൻ്റെ മകനാണ് ജനമേജയൻ. ഇന്ന് നമ്മൾ പറയുന്നത് ഗരുഡ ഭഗവാന്റെയും നാഗങ്ങളുടെയും കഥയാണ്. അവരുടെ ജനനവും ചില സംഭവ വികാസങ്ങളുമൊക്കെ നിങ്ങളെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കഥയിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, സത്യയുഗത്തിൽ ദക്ഷ പ്രജാപതിക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് കദ്രു, വിനത. ഇങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ, കദ്രുവും വിനതയും. ഈ 2 കുട്ടികളെയും വിവാഹം കഴിച്ചതാരാണ്? കശ്യപ മുനിയാണ്. കദ്രുവും വിനതയും കശ്യപനെ നന്നായി ശുശ്രൂഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കശ്യപന് വളരെ സന്തോഷമായിരുന്നു ഈ 2 ധർമ്മപത്നിമാരുടെയും സ്നേഹത്തിൽ. അങ്ങനെ അവരോട് അമിതമായ സ്നേഹം തോന്നിയിട്ട് ഒരിക്കലേ കശ്യപൻ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നു, നിങ്ങളുടെ ഭർതൃ ശുശ്രൂഷ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് നിങ്ങൾ വരം ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് എന്തു വരമാണ് വേണ്ടത് അത് ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ കദ്രു പെട്ടെന്ന് തന്നെ പറയുകയാണ്, എനിക്ക് തേജസ്സുറ്റ 1000 നാഗങ്ങളെയാണ് പുത്രന്മാരായി വേണ്ടതെന്ന്. അത് കേട്ടപ്പോൾ വിനത പറയുകയാണ്, എനിക്ക് 2 പുത്രന്മാർ ഉണ്ടാകണം, പക്ഷേ അവർ ബുദ്ധി കൊണ്ടും തേജസ് കൊണ്ടും പരാക്രമം കൊണ്ടും കദ്രുവിൻ്റെ 1000 പുത്രന്മാരെക്കാൾ മുകളിലായിരിക്കണം. ഇതാണ് വിനതയുടെ ആഗ്രഹം. കശ്യപൻ 2 പേർക്കും അവർ ചോദിച്ച വരങ്ങൾ ദാനം ചെയ്തു. കാലക്രമേണ അവർ ഗർഭിണികളായി. അവർ ഗർഭിണികളായി എന്ന് കണ്ടപ്പോൾ ഈ കശ്യപൻ എന്ത് ചെയ്തു എന്നറിയാമോ? വനത്തിലേക്ക് തപസ്സിനായിട്ട് പോയി. നല്ല കാര്യമല്ലേ? ഭാര്യമാർ ഗർഭിണികളായപ്പം ഭർത്താവിന് വാനപ്രസ്ഥം. അങ്ങനെ സന്യാസത്തിന് കശ്യപൻ പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പരിചാരികമാരോടൊക്കെ പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭാര്യമാരാണ്, അവരെ നന്നായി നോക്കിക്കൊള്ളണം, ഗർഭവതികളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇദ്ദേഹം തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ ഗർഭം പൂർണ്ണമായി. കദ്രു 1000 മുട്ടകളിട്ടു. വിനത 2 മുട്ടയും ഇട്ടു. ഈ മുട്ടകളൊക്കെ കണ്ട ദാസിമാർ വളരെ സന്തോഷത്തോടു കൂടി അവർ ഈ മുട്ടകളെയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചു. അതായത് വിരിയണം, ചൂട് കിട്ടത്തക്ക രീതിയിൽ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു. 500 വർഷം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ 1000 മുട്ടകൾ വിരിയുകയും 1000 സർപ്പക്കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്തു. പക്ഷേ വിനതയുടെ മുട്ട 2ഉം വിരിഞ്ഞില്ല. വിനതയ്ക്ക് സ്വാഭാവികമായും ദേഷ്യം വരികയും വിനത അതിലൊരു മുട്ടയെടുത്ത് തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ആ പൊട്ടിയ മുട്ടയ്ക്കുള്ളിൽ നിന്നും ഒരു ശിശു പുറത്തേക്ക് വരികയാണ്. പക്ഷേ ആ ശിശുവിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലായിരുന്നു. ഈ പുറത്തേക്ക് വന്ന കുട്ടിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും അത് തൻ്റെ മാതാവായ വിനതയെ ശപിക്കുകയും ചെയ്തു. എന്താണ് ശപിച്ചത്? ഹേ മാതാവേ, നിങ്ങൾ അത്യാഗ്രഹം മൂത്ത് പൂർണ്ണമായി വളരാത്ത എൻ്റെ ശരീരത്തെ മുട്ടയിൽ നിന്നും പുറത്താക്കി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശപിക്കുന്നു. നിങ്ങൾ 500 കൊല്ലം ദാസിയായിരിക്കും.
ശേഷിച്ചിരിക്കുന്ന മുട്ടയെ നിങ്ങൾ ഉടച്ചു കളയുന്നില്ല എങ്കിൽ അതിലിരിക്കുന്ന ശിശു ഒരിക്കലും എന്നെപ്പോലെ അംഗഹീനനാവുകയില്ല. എന്നെങ്കിലും ഒരു നാൾ ആ കുട്ടി നിങ്ങളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. കുട്ടി ബലവാനും തേജസ്വിയും ആകണമെങ്കിൽ നിങ്ങൾ ഇനിയൊരു 500 കൊല്ലം കൂടി സഹിച്ചിരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ബാലൻ മുകളിലേക്ക് പോയി. ശാപവും കൊടുത്തു, ശാപമോചനത്തിനുള്ള കാര്യവും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ ബാലകൻ എന്ത് ചെയ്യുകയാണ്? ആകാശത്തിലേക്ക് ഉയർന്നു പോയി. അയാൾ സൂര്യൻ്റെ സാരഥിയായി മാറി എന്നാണ് പറയുന്നത്. പ്രഭാത സൂര്യൻ്റെ അരുണ നിറം ഈ ബാലകൻ്റേതാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാലകൻ്റെ പേര് അരുണൻ എന്നായി. അപ്പോൾ വിനീതയുടെ പുത്രൻ, മൂത്തപുത്രൻ ആരാണ്? സൂര്യൻ്റെ സാരഥിയായ അരുണൻ. നിങ്ങൾ ആ പേര് ഓർത്തു വെച്ചുകൊള്ളുക. അങ്ങനെ വിനത എന്ത് ചെയ്തു? ശാപം ലഭിച്ചു മകൻ്റെ. ഇനി ഒരു 500 കൊല്ലം കൂടി കാത്തിരിക്കണം എന്ന് കരുതി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സഹോദരിമാരാണല്ലോ ഈ കദ്രുവും വിനതയും. അവരിങ്ങനെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഉലാത്തുന്ന സമയത്ത് യാദൃച്ഛികമായി ഉച്ചൈസ്രവസ് എന്നു പേരുള്ള ഒരു കുതിര അവരുടെ കണ്ണിൽ പെടുകയാണ്. ഈ ഉച്ചൈസ്രവസ് എന്ന കുതിര പാലാഴി മഥന സമയത്ത് പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നതാണ്. സകല ശുഭലക്ഷണങ്ങളും ഒത്തിണങ്ങിയ കുതിരയാണ് ഈ ഉച്ചൈസ്രവസ്. അങ്ങനെ അതിമനോഹരമായ ആ കുതിരയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന് നിന്നു പോവുകയാണ് ആര്? ഈ 2 സഹോദരിമാരും. അങ്ങനെ ഈ കുതിരയെ നോക്കിക്കൊണ്ട് കദ്രു പറയുകയാണ്, വിനതേ, ഈ കുതിരയുടെ നിറം എന്താണ് എന്ന് നിനക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുമോ എന്ന് കദ്രു വിനതയോട് ചോദിച്ചു. വിനത പെട്ടെന്ന് മറുപടി പറയുകയാണ്, ഈ കുതിരയുടെ നിറം വെളുപ്പാണ്. നീ എന്തു നിറമായിട്ടാണ് കുതിരയെ കാണുന്നത് എന്ന് തിരിച്ച് വിനത കദ്രുവിനോട് ചോദിച്ചപ്പോൾ കദ്രു പറയുകയാണ്, കുതിരയുടെ നിറം വെളുപ്പ് തന്നെ, പക്ഷേ അതിൻ്റെ വാലിൻ്റെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ല, വാലിൻ്റെ നിറം കറുപ്പല്ല, പൂർണ്ണമായും വെളുപ്പാണ് എന്ന് വിനത പറയുകയും ചെയ്തു. പക്ഷേ ഇവർ തമ്മിൽ ഈ ഒരു വിഷയത്തെ പറ്റി തർക്കമായി. അങ്ങനെ അവരൊരു പന്തയം വെക്കുകയാണ്. അതായത് കുതിരയുടെ വാൽ കറുപ്പല്ലെങ്കിൽ കദ്രു വിനതയുടെ ദാസിയാകാമെന്നും, എന്നാൽ കറുപ്പാണെങ്കിൽ വിനത കദ്രുവിൻ്റെ ദാസിയാകാം എന്നായിരുന്നു പന്തയം. പിന്നീടൊരു ദിവസം നമുക്ക് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാമെന്ന് പറഞ്ഞ് അവരിരുവരും വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കദ്രു വിനതയെ വഞ്ചിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തു. കദ്രു ദുഷ്ടലക്ഷ്യത്തോടു കൂടി തൻ്റെ പുത്രന്മാരായ സർപ്പങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഇത് അമ്മയുടെ ആജ്ഞയാണ്. നിങ്ങൾ കറുത്ത മുടിയുടെ രൂപം സ്വീകരിക്കണം. എന്നിട്ട് ഉച്ചൈസ്രവസിൻ്റെ വാലിൽ തൂങ്ങിക്കിടക്കണം. അങ്ങനെ കുതിരയുടെ വാല് കറുപ്പായി തോന്നണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പന്തയത്തിൽ തോറ്റുപോകും. അങ്ങനെയായാൽ ഞാൻ വിനതയുടെ ദാസിയാകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് മക്കളോട് പറഞ്ഞു. പക്ഷേ സർപ്പങ്ങളിൽ ചിലർ ഈ കദ്രുവിൻ്റെ ഇത്തരത്തിലുള്ള കൊടും ചതിക്ക് കൂട്ടുനിന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ചില സർപ്പങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ ഈ കദ്രുവിന് ദേഷ്യം വരികയും തന്നെ എതിർത്ത സർപ്പങ്ങളെ കദ്രു ശപിക്കുകയും ചെയ്യുന്നു. എന്താണ് ശപിച്ചത്? നിങ്ങൾ ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ വീണ് ഭസ്മമായി പോകട്ടെ. ഇതാണ് മക്കളെ അമ്മ ശപിച്ചത്. അങ്ങനെ അടുത്ത ദിവസം പന്തയത്തിന് തീർപ്പ് കൽപ്പിക്കണമല്ലോ. അത് തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ട് 2 പേരും പുറപ്പെട്ടു. അതിൻ്റെ ഇടയിൽ സർപ്പങ്ങൾ ചിന്തിക്കുകയാണ്, അമ്മ പറഞ്ഞ കാര്യം അനുസരിച്ചില്ലെങ്കിൽ അമ്മ ശപിക്കും. അമ്മ ശപിച്ചാൽ നമ്മൾ ഭസ്മമായി പോകേണ്ടി വരും. അതുകൊണ്ട് വഞ്ചനയാണെങ്കിലും അമ്മ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞ കാര്യം ചെയ്തേക്കാം. അങ്ങനെ ചെയ്താൽ അമ്മ അനുഗ്രഹിക്കുമല്ലോ എന്നൊക്കെ കരുതി കുറച്ച് സർപ്പങ്ങൾ എന്തു ചെയ്തു? ഈ ഉച്ചൈസ്രവസിൻ്റെ വാലിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. അപ്പം കാണുമ്പം വാൽ എന്ത് ചെയ്യുന്നു? വെളുത്ത വാല് കറുത്തതായി തോന്നും. അങ്ങനെ ഇവർ 2 പേരും കൂടി ആകാശത്തിലൂടെ ഉച്ചൈസ്രവസിനെ കാണാനായിട്ട് പോവുകയാണ്.
അങ്ങനെ ഇവർ രണ്ടുപേരും ഉച്ചൈസ്രവസിനെ കാണുകയും നോക്കുമ്പോൾ ഉച്ചൈസ്രവസിൻ്റെ വാല്, അതായത് ആ കുതിരയുടെ വാല് കറുപ്പായി കാണപ്പെടുകയും ചെയ്തു. അങ്ങനെ പന്തയത്തിൽ ആര് തോറ്റു? വിനത തോറ്റു. അങ്ങനെ വിനത കദ്രുവിൻ്റെ ദാസിയായി മാറുകയും ചെയ്തു. അങ്ങനെ 500 കൊല്ലം വിനത കദ്രുവിൻ്റെ ദാസിയായി ഇരിക്കുകയാണ്. അങ്ങനെ 500 കൊല്ലത്തിനു ശേഷം ഇനി ഒരു മുട്ട അവശേഷിക്കുന്നുണ്ട്. ആ മുട്ടയിൽ നിന്നും ഒരു പക്ഷിയാണ് പുറത്തേക്ക് വന്നത്. ആരായിരുന്നു ആ പക്ഷി? ഗരുഡൻ. ഗരുഡൻ്റെ തേജസ് 4 ദിക്കിലും വ്യാപിച്ചു. ഗരുഡൻ്റെ കണ്ണുകൾക്ക് തീക്ഷണമായ ശോഭയുണ്ടായിരുന്നു. ശരീരം അഗ്നിക്ക് തുല്യമായ പ്രകാശത്തോടു കൂടിയതുമായിരുന്നു. ജനിച്ച ഉടനെ തന്നെ ഈ ഗരുഡൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അപ്പോൾ ഇന്ദ്രദേവൻ വിചാരിക്കുകയാണ്, ദേവേന്ദ്രൻ വിചാരിക്കുകയാണ്, അഗ്നിദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഭയങ്കര ചൂട് അനുഭവപ്പെടുകയാണ് ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാർക്കും. അത് അഗ്നിദേവൻ്റെ പണിയായിരിക്കും എന്നുപോലും ദേവേന്ദ്രന് തോന്നി. അപ്പോൾ ഈ ദേവേന്ദ്രൻ അഗ്നിദേവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ അഗ്നിദേവ, അങ്ങയുടെ ശരീരം എന്തിനാണ് ഇത്രയും വലുതാക്കിയത്? ഞങ്ങളെല്ലാവരും ഭസ്മമാകാൻ പോകുന്നു. അങ്ങ് അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇന്ദ്രദേവൻ കൈകൂപ്പിക്കൊണ്ട് അഗ്നിദേവനോട് ചോദിച്ചപ്പോൾ അഗ്നിദേവൻ പറയുകയാണ്, ദേവഗണങ്ങളെ, നിങ്ങളെ ചുട്ടുപൊള്ളിക്കുവാൻ അഗ്നിദേവനായ എനിക്ക് ഒരാഗ്രഹവുമില്ല. അത് ഞാനല്ല, ഇവൻ വിനതയുടെ പുത്രനായ ഗരുഡനാണ്. അവൻ്റെ തേജസ് കണ്ട് ഇവൻ ഞാനാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോയതാണ്. ഇവൻ നാഗങ്ങളുടെ ശത്രുവും അസുരന്മാരുടെ ശത്രുവുമാണ്. ദേവന്മാരായ നിങ്ങളുടെ മിത്രമാണ്. അവൻ നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ അവനെ ഭയക്കണ്ട. എന്നോടൊപ്പം വരൂ, നമുക്കവനെ കാണാം എന്ന് അഗ്നിദേവൻ മറ്റു ദേവന്മാരോട് പറഞ്ഞു. അങ്ങനെ അഗ്നിദേവനോടൊപ്പം മറ്റ് ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടി ഗരുഡനെ കാണുകയും ഗരുഡനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ സന്തുഷ്ടനായ ഗരുഡൻ തൻ്റെ ഭീമാകാരമായ ശരീരത്തെ ചെറുതാക്കി ദഹിപ്പിക്കുന്ന ശക്തിയുണ്ടായിരുന്ന ശരീരത്തിൻ്റെ ആ ജ്വാലയെ അഭയശക്തിയുള്ളതാക്കി മാറ്റി. അതുകണ്ട് സമസ്തരും ഗരുഡനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷപൂർവം തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഒരു ദിവസം വിനത തൻ്റെ പുത്രനായ ഗരുഡൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് കദ്രു അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ കൽപ്പിച്ചു. കാരണം വിനത ആരാണ്? കദ്രുവിൻ്റെ ദാസിയാണ്. വിനതി, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഒരു സ്ഥലം കാണണം. നീ ഞങ്ങളെ ചുമലിലേറ്റിക്കൊണ്ട് അവിടേക്ക് പോവുക. ഇങ്ങനെയായിരുന്നു കദ്രു വിനതയോട് ഉത്തരവിട്ടത്. ദാസിയായ വിനത കദ്രുവിനെ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ ഗരുഡൻ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മേ എപ്പോഴും ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ വന്ന് ആജ്ഞാപിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇവരുടെ ദാസിയായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി അമ്മ മകനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ചതിയാണ് എന്നുകൂടി പറഞ്ഞു കേൾപ്പിച്ചു. അതനുസരിച്ചിട്ട് ഗരുഡൻ എന്തു ചെയ്തു എന്നറിയാമോ? ഈ നാഗങ്ങളെയെല്ലാം ചുമലിലേറ്റിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പോയി. വിനിത കദ്രുവിനെ ചുമലിലേറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഗരുഡൻ ഇങ്ങനെ നാഗങ്ങളെ ചുമലിലേറ്റിക്കൊണ്ട് പറന്നു പോയത് സൂര്യഭഗവാന്റെ വളരെ അടുത്തുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സൂര്യഭഗവാന്റെ ആ ചൂടേറ്റിട്ട് ഈ നാഗങ്ങൾക്കൊക്കെ അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടേണ്ടി വന്നു. അവർ ചത്തുപോകുമെന്ന് തോന്നുകയും അത് കണ്ടിട്ട് കദ്രു ഇന്ദ്രനെ പ്രാർത്ഥിക്കുകയും ഇന്ദ്രൻ ഉടൻ തന്നെ ആകാശം മേഘാവൃതമാക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് സമുദ്രങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും, അതായത് ഈ നാഗങ്ങളെയും കദ്രുവിനെയും അമ്മയും മകനും കൂടി അവരാവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി. അവർ സമുദ്രത്തിൻ്റെ
അന്തർഭാഗത്ത് എത്തുകയും അവിടെയെല്ലാം ചാടിയും ഓടിയുമൊക്കെ കളിച്ച് രസിക്കുകയും ചെയ്തു. അങ്ങനെ രസിച്ചു കഴിഞ്ഞപ്പോൾ നാഗങ്ങൾ വന്നിട്ട് ഗരുഡനോട് പറയുകയാണ്, ഗരുഡ, നീ ആകാശമാർഗത്തിലൂടെ പറന്നു വരുന്ന സമയത്ത് അനേകം മനോഹരങ്ങളായ ദ്വീപുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെ അതിലൊരു മനോഹരമായ ദ്വീപിലേക്ക് നീ കൊണ്ടുപോകണം എന്ന് ഈ നാഗങ്ങൾ വന്നിട്ട് ഗരുഡനോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഗരുഡൻ സങ്കടത്തോടു കൂടി ഈ നാഗങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, പക്ഷേ എൻ്റെ അമ്മയെ നിങ്ങൾ ഈ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്തു തരാം എന്ന് ഗരുഡൻ ഈ സർപ്പങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ സർപ്പങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, ഗരുഡ, നീ മഹാപരാക്രമശാലിയാണെന്ന് ഞങ്ങൾക്കറിയാം. ആ പരാക്രമം ഉപയോഗിച്ചിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി അമൃത് കൊണ്ട് തന്നാൽ നിന്റെ അമ്മയെ ഞങ്ങൾ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാം. ഇതാണ് അവർ ആവശ്യപ്പെട്ടത്. സർപ്പങ്ങളുടെ മറുപടി കേട്ടപ്പോൾ ഗരുഡൻ തൻ്റെ മാതാവായ വിനതയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ അമൃത് കൊണ്ടുവരുന്നതിനായി പുറപ്പെടുകയാണ്. സുദീർഘമായ ഒരു യാത്രയായിരിക്കും അത്. ആ യാത്രയിൽ ഞാൻ എന്താണമ്മേ ഭക്ഷിക്കുക? ഇതാണ് ഗരുഡൻ അമ്മയോട് ചോദിച്ചത്. അപ്പം അമ്മ മറുപടി പറഞ്ഞു, മകനെ, നീ യാത്ര ചെയ്യുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിഷാദന്മാരുടെ, അതായത് കാട്ടാളന്മാരുടെ ഒരു ദ്വീപ് കാണും. അവിടെയുള്ള കാട്ടാളന്മാരെ, നിഷാദന്മാരെ നീ ഭക്ഷിക്കുക. അതിനുശേഷം നീ യാത്ര തുടരുക, എന്നിട്ട് അമൃത് കൊണ്ടുവരിക. ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ പറഞ്ഞതുപോലെ യാത്രാമധ്യത്തിൽ നിഷാദന്മാരെ ഭക്ഷിച്ച് ഗരുഡൻ മുമ്പോട്ട് പറന്നുപോയി. അങ്ങനെ ഈ കാട്ടാളന്മാരെ ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഒരു ബ്രഹ്മജ്ഞനെ കൂടി ഈ ഗരുഡൻ ഭക്ഷിച്ചു. ഈ ബ്രഹ്മജ്ഞനെ തിന്നതുകൊണ്ട് ഗരുഡൻ്റെ വായ എന്തു ചെയ്യാൻ തുടങ്ങി? പൊള്ളാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ ബ്രഹ്മജ്ഞനെ ഗരുഡൻ തുപ്പി പുറത്തേക്കിട്ടു. എന്നിട്ട് ഗരുഡൻ നേരെ എങ്ങോട്ടേക്ക് ചെല്ലുകയാണ്? തൻ്റെ പിതാവായ കശ്യപൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കശ്യപൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിനെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി സർപ്പങ്ങൾക്ക് ആവശ്യമായ അമൃത് കൊണ്ടുവരുവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെയധികം വിശപ്പുണ്ട്, വളരെ ദീർഘമായ യാത്രയാണല്ലോ, അതുകൊണ്ട് വിശപ്പിന് വേണ്ടി എനിക്ക് ആഹാരം ലഭിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് അച്ഛനോട് ഗരുഡൻ പറയുകയാണ്. അപ്പോൾ കശ്യപൻ മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? മകനെ, ഇവിടെ നിന്നും കുറച്ചകലെയായി ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ഒരാനയുണ്ട്, അതുപോലെ തന്നെ ഒരാമയുമുണ്ട്. അവർ മുൻജന്മത്തിൽ സഹോദരങ്ങളാണ്, പക്ഷേ ഇപ്പോൾ അവർ ശത്രുക്കളാണ്. അവരെ നീ തിന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മുൻജന്മ കഥ അറിയണമെന്ന് ഗരുഡന് തോന്നുകയും കശ്യപ മുനി അവരുടെ മുൻജന്മ കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്താണ് ആ ആനയുടെയും ആമയുടെയും മുൻജന്മ കഥ? നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. പണ്ട് വിഭാവസ് എന്നു പേരുള്ള ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹം അത്യന്തം കോപിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയനാണ്, ഇളയ സഹോദരനാണ് സുപ്രതീകൻ. തൻ്റെ സമ്പത്ത് സഹോദരനായ വിഭാവസ് കൈവശം വെച്ചിരിക്കുന്നത് സുപ്രതീകന് ഇഷ്ടമായില്ല. അതുകൊണ്ട് അദ്ദേഹം ജ്യേഷ്ഠനോട് സ്വത്ത് ഭാഗിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ ജ്യേഷ്ഠനായ വിഭാവസ് ഇങ്ങനെ പറഞ്ഞു, അനുജ, സ്വത്തിനോടുള്ള അമിതമായ മോഹമാണ് ഭാഗം വെക്കുവാനായി ഇപ്പോൾ നിന്നെ പ്രേരിപ്പിക്കുന്നത്. സ്വത്ത് ഭാഗം വെച്ചാലും നമ്മുടെ ശത്രുത കൂടുക തന്നെ ചെയ്യും. ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം പോലും നമ്മുടെ മിത്രങ്ങളാണ് എന്ന് ഭാവിച്ച് നമ്മുടെ അടുത്ത് വന്നുകൂടുന്ന ബന്ധുക്കൾ, അതായത് ബന്ധുക്കളായ ശത്രുക്കൾ പറഞ്ഞ് വലുതാക്കി നമ്മളെ പരസ്പരം അകറ്റുകയും ചെയ്യും. ഇത് സഹോദരന്മാർ തമ്മിൽ കൂടുതൽ വൈരാഗ്യമുണ്ടാക്കാനേ വഴിയുള്ളൂ എന്ന് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു. പക്ഷേ അനുജൻ അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ സ്വത്ത്
ഭാഗം വെക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും അനുജൻ ജ്യേഷ്ഠനോട് വഴക്കിടുകയും ചെയ്തു. അങ്ങനെ വഴക്കിൻ്റെ ഇടയിൽ ഈ ജ്യേഷ്ഠൻ അനുജനെ ശപിച്ചു. എന്താണ് ശപിച്ചത്? നീ ആനയുടെ യോനിയിൽ പിറക്കും എന്നാണ് ജ്യേഷ്ഠൻ അനുജനെ ശപിച്ചത്. അത് കേട്ടപ്പോൾ അനുജൻ, അതായത് സുപ്രതീകൻ, ജ്യേഷ്ഠനോട് പറയുകയാണ്, ഞാൻ ആനയുടെ യോനിയിൽ പിറക്കുമെങ്കിൽ നീ ആമയുടെ യോനിയിൽ ജനിക്കും. ഇങ്ങനെ അവർ പരസ്പരം ശപിച്ചു. ഇപ്രകാരം സ്വത്തിന്മേലുള്ള മോഹം കാരണം സഹോദരന്മാർ തമ്മിൽ പരസ്പരം ശപിച്ച് പിന്നീട് അവർ ആമയായും ആനയായും പിറന്നു. പക്ഷെ ഇപ്പോഴും ഈ ജന്മത്തിലും അവർ പരസ്പരം കലഹിച്ച് തന്നെ കഴിയുകയാണ്. അവരെ നീ തിന്നുകൊള്ളുക എന്നാണ് കശ്യപൻ പറഞ്ഞത്. അങ്ങനെ കശ്യപൻ്റെ ആജ്ഞയൊക്കെ അനുസരിച്ചിട്ട് ഗരുഡൻ ആ സരോവരത്തിലേക്ക് യാത്രയായി. ഒരു കാലിൻ്റെ നഖത്തിൽ ആമയെയും ഒരു കാലിൻ്റെ നഖത്തിൽ ആനയെയും റാഞ്ചിയെടുത്തു ഗരുഡൻ. എന്നിട്ട് അലംഭ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, അലംഭ എന്ന തീർത്ഥത്തിൽ ഗരുഡൻ പറന്നെത്തി. അതുകണ്ട് അവിടെയുള്ള സുവർണ പർവ്വതവും അതിലുള്ള വൃക്ഷങ്ങളും വിറയ്ക്കുവാൻ തുടങ്ങി. ഗരുഡൻ ഈ ആമയെയും ആനയെയും കൊണ്ട് തങ്ങളുടെ പുറത്തു വന്നിരിക്കുമോ എന്നോർത്താണ് അവർ ഭയന്നത്. ഈ പർവ്വതം വിറയ്ക്കുന്നതും വൃക്ഷങ്ങൾ വിറയ്ക്കുന്നതും കണ്ടപ്പോൾ ഗരുഡൻ എന്തു ചെയ്തു? അവിടെ ഇരുന്നില്ല, മറ്റൊരു ദിക്കിലേക്ക് ഈ ആമയെയും ആനയെയും കൊണ്ട് പറന്നു. അങ്ങനെ പറന്നു പോകുന്ന വഴിയിൽ വിശാലമായ ഒരു വടവൃക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ വേഗത്തിൽ പറക്കുന്ന ആ ഗരുഡനെ കണ്ടപ്പോൾ ആ വടവൃക്ഷം, ആ മഹാവൃക്ഷം ഇങ്ങനെ പറഞ്ഞു, ഗരുഡ, അങ്ങ് എൻ്റെ ശാഖയിലിരുന്ന് ആമയെയും ആനയെയും ഭക്ഷിക്കുക. ആ വടവൃക്ഷത്തിൻ്റെ 100 യോജന നീളമുള്ള ശാഖയിൽ ഗരുഡൻ തൻ്റെ ഇരകളെയും കൊണ്ടുവന്ന് ഇരുന്നു. ഉടൻ തന്നെ ആ ശാഖ ഒടിഞ്ഞുപോയി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ ശാഖയിൽ തല കീഴായി കിടന്ന് തപസ് ചെയ്യുന്ന ചില ഋഷിമാരുണ്ടായിരുന്നു. ആരാണ് ആ ഋഷിമാർ? വാലഖില്യ ഋഷിമാർ. വാലഖില്യ ഋഷിമാർ ഈ ഗരുഡൻ വന്നിരുന്ന ശാഖയിൽ തല കീഴായി കിടന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ശാഖ എന്തു ചെയ്യാൻ പറ്റില്ല? താഴേക്കിടാൻ പറ്റില്ല. അങ്ങനെ ഈ ശാഖ താഴെ വീഴാതെ ഗരുഡൻ തൻ്റെ ചുണ്ടിൽ ആ ശാഖ കുത്തിപ്പിടിക്കുകയും മുമ്പോട്ട് പറക്കുകയും ചെയ്തു. ശാഖ താഴെ വീണാൽ മഹർഷിമാർ മരിച്ചുപോകും. ചുണ്ടിൽ ആ ശാഖയും കാൽനഖങ്ങളിൽ ആമയും ആനയുമായി ആ ഗരുഡൻ ആകാശത്ത് പറന്ന് നടന്നു. ഗരുഡൻ്റെ ചിറകടിയുടെ വേഗതയിൽ മഹാപർവ്വതങ്ങൾ പോലും വിറയ്ക്കുവാൻ തുടങ്ങി. പറന്നു പറന്ന് ഗരുഡൻ എവിടെ എത്തിച്ചേർന്നു? ഗന്ധമാദന പർവ്വതത്തിൽ എത്തിച്ചേർന്നു. ഈ അവസരത്തിൽ കശ്യപൻ അവിടേക്ക് എത്തിച്ചേർന്നു. കശ്യപൻ ഗരുഡനോട് പറഞ്ഞു, മകനേ, നീ അവിവേകമൊന്നും കാണിക്കരുത്. വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന വാലഖ്യന്മാർ നിന്നെ ശപിച്ചു ചാമ്പലാക്കും. ഇങ്ങനെ ഗരുഡന് മുന്നറിയിപ്പ് കൊടുത്ത ശേഷം കശ്യപൻ ഋഷികളോട് പുത്രനു വേണ്ടി കേണപേക്ഷിച്ചു. ഉടൻ തന്നെ മഹർഷിമാർ വടവൃക്ഷം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം ഗരുഡൻ വൃക്ഷശാഖ ഉപേക്ഷിച്ചിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് ആ ആനയെയും ആമയെയും ഭക്ഷിച്ചു. അങ്ങനെ ഗരുഡൻ്റെ വയറ് നിറഞ്ഞു. അതിനുശേഷം ഗരുഡൻ ആ പർവ്വതത്തിൻ്റെ തന്നെ കൊടുമുടിയുടെ മുകളിലേക്ക് പറന്നു. ആ സമയം ദേവലോകത്ത് ദേവന്മാരുടെ ഹൃദയങ്ങളിൽ അകാരണമായൊരു ഭയം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്നത് എന്ന് തോന്നിയ ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിക്കുകയും ഭയത്തിൻ്റെ കാരണം ചോദിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മഹർഷേ ഞങ്ങൾക്കിങ്ങനെ വല്ലാത്തൊരു ഭയം തോന്നുന്നത്? എന്തു പറ്റി എന്ന് ഇന്ദ്രൻ ആചാര്യനോട് ചോദിച്ചപ്പോൾ
ബൃഹസ്പതി ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്ദ്ര, നിന്റെ അപരാധങ്ങളും തെറ്റുകളും പിടിപ്പുകേടും കൊണ്ട് ഋഷിമാരുടെ അനുഗ്രഹത്തോടു കൂടി പിന്നതയുടെ പുത്രനായ ഗരുഡൻ അമൃതം കൈക്കലാക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് അയാൾക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുവാനും ഗരുഡന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് അയാൾ അമൃത് തട്ടിയെടുക്കുക തന്നെ ചെയ്യും. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദ്രൻ പേടിച്ചു. ഇന്ദ്രൻ അമൃതപാലകരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പരാക്രമിയായ പക്ഷിരാജൻ ഗരുഡൻ അമൃത് തട്ടിയെടുക്കാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കുക, ഒരിക്കലും അയാൾ അമൃത് തട്ടിക്കൊണ്ടു പോകരുത്. ഇങ്ങനെ പറയുകയാണ് അമൃതപാലകരോട് ഇന്ദ്രൻ. രക്ഷാഭടന്മാരും ഇന്ദ്രനും കൂടി അമൃതിന് കാവൽ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഉടൻ തന്നെ അവിടേക്ക് ആര് പറന്നു വരികയാണ്? ഗരുഡൻ പറന്ന് വരികയാണ്. ഹരേ കൃഷ്ണ. ഈ രൂപങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ കാണണം. ഗരുഡൻ ഇങ്ങനെ പറന്നു വന്നപ്പോൾ ഈ ഗരുഡൻ്റെ ചിറകടിയിൽ നിന്നുണ്ടായ ആ പൊടിയിൽ സകല ജീവജാലങ്ങളും കണ്ണടച്ചുപോയി. കാരണം അത്ര ശക്തമായ പൊടിയാണ് അവിടെ ഉണ്ടായത്. എല്ലാവരും കണ്ണു കാണാത്തവരെ പോലെ ഇങ്ങനെ തപ്പി നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ പൊടി മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, ഗരുഡനെ കാണാൻ സാധിക്കുന്നില്ല. ഉടൻ തന്നെ ഇന്ദ്രൻ വായുവിനെ വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഈ പൊടിപടലങ്ങളെല്ലാം മാറ്റുക. അങ്ങനെ വായുദേവൻ പെട്ടെന്ന് തന്നെ ഈ പൊടിപടലങ്ങളെല്ലാം മാറ്റി. അതോടുകൂടി എല്ലാവർക്കും കണ്ണ് കാണാൻ പറ്റി. അവർ ഗരുഡനെ കാണുകയും ചെയ്തു. അവരെല്ലാവരും കൂടി എന്തു ചെയ്യുകയാണ്? ഗരുഡനെ ആഞ്ഞടിച്ചു. പക്ഷിരാജൻ ഗർജിച്ചുകൊണ്ട് പറന്നുയർന്ന് ദേവന്മാരുടെ തലയ്ക്ക് മുകളിലെത്തി. ദേവതമാരുടെ 1000 ശസ്ത്രങ്ങൾക്കൊന്നും ഗരുഡനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗരുഡൻ്റെ ചിറകടി കൊണ്ടും ഗരുഡൻ്റെ നഖക്ഷതം കൊണ്ടും കൊത്തുകൊണ്ടും ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുവാൻ തുടങ്ങി. പരിഭ്രാന്തരായിപ്പോയി ദേവന്മാർ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. ഈ അവസരത്തിൽ ഗരുഡൻ അമൃതിനു വേണ്ടി മുമ്പോട്ട് നീങ്ങി. അപ്പോഴാണ് ഗരുഡൻ ഒരു കാഴ്ച കാണുന്നത്. എന്താണ്? ഈ അമൃത കലശത്തിനു ചുറ്റും ആളിക്കത്തുന്ന തീജ്വാലകൾ. ആർക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്. ഈ സമയത്ത് ഗരുഡൻ തൻ്റെ അഷ്ടസിദ്ധികൾ കൊണ്ട് 8100 മുഖങ്ങൾ, എത്രയാണ്? 8100 മുഖങ്ങൾ സ്വീകരിക്കുകയും അപ്രകാരം സ്വീകരിച്ച മുഖങ്ങളിലൂടെ ഗരുഡൻ 1000കണക്കിനുള്ള നദികളിലെ ജലം മുഴുവൻ കുടിക്കുകയും ആ ജലത്തെ ആരെയും ദഹിപ്പിക്കുമാറ് ജ്വലിച്ചുകൊണ്ടിരുന്ന ആ അഗ്നിയിലേക്ക് തുപ്പുകയും ചെയ്തു. അതോടുകൂടി തീയണഞ്ഞു. പെട്ടെന്ന് തന്നെ ഗരുഡൻ തൻ്റെ ഭീമാകാരമായ ശരീരം ചെറുതാക്കി. എന്നിട്ട് അമൃതിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ അമൃതിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഒരു ചക്രം ഇരിക്കുന്നതായിട്ട് ഗരുഡൻ കാണുകയാണ്. ഈ ചക്രത്തിൽ 1000കണക്കിന് ശരങ്ങൾ തൊടുത്തു വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നു. ആ ചക്രത്തിനുള്ളിൽ കടന്നാൽ മാത്രമേ അമൃത് കൈക്കലാക്കാൻ പറ്റുകയുള്ളൂ. അഷ്ടസിദ്ധികൾ ഗരുഡന് വശമുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഗരുഡന്. നിമിഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തൻ്റെ ശരീരത്തെ പെട്ടെന്ന് തന്നെ വളരെയധികം സങ്കുചിതമാക്കുകയും തുടർന്ന് ചക്രത്തിൻ്റെ ആ ഓരത്തിലിരുന്ന ശേഷം അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത്. ഈ അമൃത് സൂക്ഷിച്ചുകൊണ്ട് 2 നാഗങ്ങൾ ഇരിപ്പുണ്ട്. ആ നാഗങ്ങളൊന്ന് നോക്കിയാൽ മതി, വിഷം തീണ്ടും. അത്ര ഉഗ്രവിഷമുള്ള നാഗങ്ങളാണ്. പക്ഷേ തൻ്റെ സിദ്ധി കൊണ്ട് ഈ നാഗങ്ങളുടെ കണ്ണടപ്പിക്കുകയാണ് ആര്? ഗരുഡൻ. അതിനുശേഷം ഇവരെ പറ്റിച്ച് ഗരുഡൻ ഈ അമൃത കുംഭവും എടുത്ത്
പുറത്തേക്ക് വന്നു. എന്നിട്ട് പറന്നുയർന്നു. അങ്ങനെ ഈ അമൃതവും കൊണ്ട് പറന്ന് ഇങ്ങനെ പോകുന്ന ഗരുഡനെ ആകാശത്ത് വെച്ച് ആര് കാണുകയാണ്? സാക്ഷാൽ മഹാവിഷ്ണു കാണുകയാണ്. അമൃത് കയ്യിൽ കിട്ടി. പക്ഷേ ഗരുഡൻ അതൊന്ന് രുചിച്ചു നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെയുള്ള ഗരുഡൻ്റെ ആ ക്ഷമയിലും ത്യാഗബുദ്ധിയിലുമെല്ലാം മഹാവിഷ്ണുവിന് വളരെയധികം ബഹുമാനം തോന്നുകയും സന്തുഷ്ടനായ അദ്ദേഹം ഗരുഡനോട് ഇങ്ങനെ അരുളി ചെയ്യുകയും ചെയ്തു. മഹാനായ ഗരുഡ, നിന്റെ ത്യാഗബുദ്ധിയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നീ ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക. ഇങ്ങനെ മഹാവിഷ്ണു അരുളി ചെയ്തപ്പോൾ ഗരുഡൻ അറിയിക്കുകയാണ്, പ്രഭോ, ഒന്നാമതായി എനിക്ക് അങ്ങയുടെ കൊടിയിൽ ഒരു ഇരിപ്പിടം തരണം. രണ്ടാമതായി അമൃതം കുടിക്കാതെ തന്നെ ഞാൻ അജരനും അമരനുമായി തീരണം. ഈ 2 വരങ്ങളാണ് ഗരുഡൻ ചോദിച്ചത്. ആ 2 വരങ്ങളും സർവേശ്വരൻ ഗരുഡന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 വരങ്ങളും സ്വീകരിച്ച ശേഷം ഗരുഡന് ഭഗവാന് തിരിച്ചൊരു വരം കൊടുക്കണം എന്നൊരു ആഗ്രഹം. കാര്യം മഹാവിഷ്ണുവിന് മനസ്സിലായി എന്താണ് ഗരുഡൻ്റെ ആഗ്രഹമെന്ന്. ഉടൻ തന്നെ ഭഗവാൻ ഗരുഡനെ തൻ്റെ വാഹനമായി സ്വീകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ അനുവാദത്തോടു കൂടി ആശീർവാദത്തോടു കൂടി ഗരുഡൻ അമൃത കലശവുമായി യാത്ര തുടർന്നു. അങ്ങനെ ഗരുഡൻ ഈ അമൃതവുമായി മുകളിലേക്ക് കുതിക്കുന്ന സമയത്ത് ഉണ്ടായ പൊടിപടലത്തിൽ ഇന്ദ്രൻ്റെയും മറ്റും കണ്ണ് അടഞ്ഞു പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രനൊക്കെ കണ്ണൊക്കെ തുറന്നു. അപ്പോഴാണ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേ മുകളിലേക്ക് ഗരുഡൻ അമൃതവുമായി പോകുന്നു. ഇന്ദ്രന് അത് കണ്ടപ്പോൾ വളരെ ദേഷ്യം തോന്നുകയും ഇന്ദ്രൻ ഗരുഡൻ്റെ നേരെ വജ്രായുധം പ്രയോഗിക്കുകയും ചെയ്തു. വജ്രായുധത്തിൻ്റെ പ്രയോഗമൊന്നും ഗരുഡന് ഒന്നും സംഭവിപ്പിച്ചില്ല. ഗരുഡൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവരാജാവായ ഇന്ദ്ര, ആരുടെ നട്ടെല്ലുകൊണ്ടാണോ ഈ വജ്രായുധം ഉണ്ടാക്കിയത്, ആ മഹാനെ, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ഒരു തൂവൽ ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് ഗരുഡൻ ഇന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി, ഇനി ഗരുഡനോട് യുദ്ധം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ ഗരുഡനെ തൻ്റെ വരുതിയിലാക്കണമെന്ന് ഇന്ദ്രന് മനസ്സിലാകുന്നു. ഗരുഡൻ ഈ ഉപേക്ഷിച്ച തൂവൽ കണ്ടപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയും ആ തൂവലിൻ്റെ മനോഹാരിത കണ്ടവർ ഇങ്ങനെ പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? ഈ തൂവലിൻ്റെ ഉടമയായ പക്ഷിയുടെ പേര് സുപർണ എന്നാണ്. ഈ തൂവലിൻ്റെ ഉടമയായ പക്ഷിയുടെ പേര് എന്താണെന്നാണ് പറഞ്ഞത്? സുപർണ എന്നാണെന്ന് ജനങ്ങളെല്ലാം പറഞ്ഞു. ഇതും കൂടിയൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രന് വളരെയധികം നാണക്കേട് തോന്നുകയും ഈ പക്ഷിശ്രേഷ്ഠൻ മഹാനാണ്, ധന്യൻ തന്നെ, ഇദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ ഗരുഡൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ബലം വളരെ വലുതാണ്, അത് എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? എനിക്ക് അങ്ങയോട് സൗഹൃദം കൂടണം എന്നാഗ്രഹമുണ്ട് എന്ന് ഇന്ദ്രൻ ഗരുഡനോട് പറഞ്ഞപ്പോൾ ഗരുഡൻ മറുപടി പറയുകയാണ്, ദേവരാജ, അങ്ങയുടെ ആഗ്രഹം മാനിച്ച് ഞാൻ അങ്ങയുടെ സുഹൃത്തായി തീർന്നിരിക്കുന്നു. എൻ്റെ ബലത്തെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? അത് ശരിയല്ലല്ലോ. എങ്കിലും ഞാൻ പറയാം. ഈ ഭൂമിയെയും അതിലുള്ള സർവചരാചരങ്ങളെയും അതിൻ്റെ ഉപരിഭാഗത്തുള്ള താങ്കളെയും അടക്കം ഉള്ളവരെയും ഞാൻ എൻ്റെ ഒരു ചിറകിലേറ്റി പറക്കാം. അത്രയും ബലമുണ്ട് എനിക്ക് എന്ന് ഗരുഡൻ ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞത് വളരെയധികം സത്യമാണ്. അങ്ങ് എൻ്റെ സൗഹൃദം സ്വീകരിക്കണം. അങ്ങേക്ക് അമൃതം വേണ്ടല്ലോ, അത് എനിക്ക് തിരിച്ചു തരണം. അത് നാഗങ്ങൾക്ക് കൊണ്ട കൊടുക്കരുത്, അത് വളരെയധികം ദോഷമുണ്ടാക്കും എന്ന് ഇന്ദ്രൻ ഗരുഡനോട് പറഞ്ഞു.
അപ്പോൾ ഗരുഡൻ ഇന്ദ്രനോട് പറയുകയാണ്, ദേവരാജ, എനിക്ക് ഈ അമൃത് കൊണ്ടുപോയി നാഗങ്ങളെ കുടിപ്പിക്കണം എന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ എനിക്കൊരു കടമുണ്ട്. എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം. ഈ അമൃത് ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കാം. അങ്ങ് അവിടെ നിന്നും എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക. എനിക്കിത് മാത്രമേ തൽക്കാലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗരുഡൻ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രന് വളരെയധികം സന്തോഷമായി. അതിനുശേഷം അമൃതകുംഭവും കൊണ്ട് ഗരുഡൻ സർപ്പങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നു. അവിടെ തൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ അമൃതകുംഭം അവിടെ വിരിച്ചിരുന്ന ദർഭപ്പുല്ലിൻ്റെ പുറത്ത് ഗരുഡൻ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമൃതം കൊണ്ടുവന്നിരിക്കുന്നു. ഇതായിരിക്കുന്നു അമൃതം. എൻ്റെ അമ്മയെ നിങ്ങൾ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നാഗങ്ങൾ പറഞ്ഞു, ശരി, നിന്റെ അമ്മയെ ഞങ്ങൾ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ അമൃത് കുടിക്കാനായി ധൃതിയിൽ അടുത്തേക്ക് വന്നപ്പോൾ ഗരുഡൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ തിടുക്കം കാണിക്കരുത്. ഇത് അമൃതല്ലേ, അങ്ങനെ അശുദ്ധിയായി കുടിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളെല്ലാവരും പോയി കുളിച്ച് ശുദ്ധരായി വരിക. ഈ അമൃതകുംഭം ഞാൻ ഈ ദർഭപ്പുല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിനുശേഷം നിങ്ങളെല്ലാവരും വന്ന് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാഗങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കുളിക്കാനായി പോയി. ആ സമയം നോക്കി ഇന്ദ്രൻ ഈ അമൃതകുംഭവും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സർപ്പങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമൃത് കാണുന്നില്ല. ഗരുഡമാതാവിനെ ദാസിയാക്കുവാൻ സർപ്പങ്ങൾ ചെയ്ത ചതിക്കു പകരം മറ്റൊരു ചതിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. എങ്കിലും അമൃതിനുള്ള കൊതി അവരെ വിട്ടുപോയില്ല. ദർഭപ്പുല്ലിൻ്റെ പുറത്താണല്ലോ അമൃതകുംഭം വെച്ചിരുന്നത്. അതുകൊണ്ട് അമൃതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ആ ദർഭപ്പുല്ലിൽ കാണുമെന്ന് ആര് വിചാരിക്കുകയാണ്? ഈ സർപ്പങ്ങൾ വിചാരിച്ചു. അവർ ഒന്നടങ്കം ആ ദർഭപ്പുല്ലിൽ തൻ്റെ നാവുകൊണ്ട് നക്കിയെന്നാണ് പറയുന്നത്. ദർഭയുടെ മുനയിൽപ്പെട്ട് ഈ നാഗങ്ങളുടെ നാവ് കീറി എന്നും പറയുന്നു. അതുകൊണ്ടാണ് പാമ്പുകൾക്ക് ഇരട്ട നാവുണ്ടായത് എന്ന് പറയുന്നു. അതുപോലെ ഈ ദർഭ വിരിച്ചിട്ടാണല്ലോ അമൃതകുംഭം വെച്ചിരുന്നത്. അമൃതകുംഭത്തിന് ആധാരമായിരുന്നത് കൊണ്ട് ദർഭയെ പവിത്രമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ പക്ഷിരാജൻ എന്നുള്ള നിലയിൽ ഗരുഡൻ്റെ പ്രശസ്തി നാടെങ്ങും പടരുകയും ചെയ്തു. അങ്ങനെ ഗരുഡൻ തൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇതാണ് മഹാഭാരതത്തിലെ കഥ. ഗരുഡൻ്റെ ജനനവും അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ച കഥയും. അതുപോലെ തന്നെ ഇവിടെ ജനമേജയൻ സർപ്പയജ്ഞം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സർപ്പയജ്ഞം നടത്തുന്നത്? നമ്മൾ ഭാഗവതം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ ദംശിച്ച് കൊല്ലുകയാണ്. അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ജനമേജയൻ പിന്നീട് സർപ്പയജ്ഞം നടത്തുന്നത്. ആ കഥ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. ആ സമയത്ത് കുറേ നാഗങ്ങൾ ഈ സർപ്പയജ്ഞത്തിൽ വെന്തു മരിക്കുന്നുണ്ട്. അങ്ങനെ മരണപ്പെട്ട നാഗങ്ങൾ ആരാണ്? ഈ അമ്മ ശപിച്ച നാഗങ്ങളാണ്. കദ്രുവിൻ്റെ ശാപം ഏറ്റ നാഗങ്ങളാണ് ആ സർപ്പയജ്ഞത്തിൽ മരിക്കുന്നത്. അത് വളരെ മനോഹരമായൊരു കഥയാണ്. തക്ഷകനെ രക്ഷിക്കുന്ന കഥയും ഒക്കെ. നിങ്ങൾ ആ കഥയൊക്കെ കേൾക്കണം, മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായത് എന്നുള്ള ആ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2-3 ആവർത്തി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ പേരുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. 2-3 ആവർത്തി കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നറിയാം. നിങ്ങൾ കഥകളൊക്കെ കേൾക്കണം. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്, നമ്മുടെ പുരാണങ്ങളാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പണ്ട് കാലത്ത് മുത്തശ്ശന്മാരും ഒക്കെ നമുക്കിങ്ങനെ സന്ധ്യ കഴിയുമ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും ആർക്ക് സമയവും ഇല്ല, പലർക്കും അറിയുകയും ഇല്ല. അതുകൊണ്ടാണ്
ഞാൻ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞാനൊക്കെ ഇത് ഒരുപാട് ആവർത്തി എൻ്റെ അമ്മുമ്മയുടെ അടുത്തു നിന്നും കേട്ടിട്ടുണ്ട്. അത് എനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. കഥ കേൾക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും ഞാൻ ശീലിച്ചത് എൻ്റെ അമ്മുമ്മയുടെ അടുത്തു നിന്നാണ്. എൻ്റെ അമ്മുമ്മ പറഞ്ഞു തന്ന കഥകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും. പല ആവർത്തിയാണ്, ഒരു തവണയൊന്നും അല്ല, ഒരുപാട് ആവർത്തികൾ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞാണ് എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഉറച്ചത്. അപ്പം നിങ്ങൾക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. മാധവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെ മതിയോ നമ്മൾ കഥകളൊക്കെ പറയുന്നത്? ഇതൊക്കെയാണോ നിങ്ങൾക്കിഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.